ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു അടിപൊളി വാൾപേപ്പർ മേടിച്ചു. അതിനെക്കുറിച്ചാണ്. ഇത് 449 രൂപയുടെ മാത്രമാണ്. ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ കൊണ്ടുവന്നു. അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഭിത്തി, ടി വി വെക്കുന്ന ഭിത്തിയാണ്. അതിന് നമ്മുടെ യെല്ലോ കളറിലെ ഭിത്തിയാണ്. ഒരു രസമില്ല. നമ്മുടെ പുതിയൊരു ടി വി മേടിച്ച് നമ്മൾ 55 ഇഞ്ചിൻ്റെ TCLൻ്റെ ടി വി മേടിച്ചു. അപ്പോൾ അതിനനുസരിച്ചൊരു ഭിത്തി ഒരു സുഖമില്ല, അതിന് രസമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടി ഒരു നല്ലൊരു വാൾപേപ്പർ നമ്മൾ ഓർഡർ കൊടുത്ത് അത് വന്നു. അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനും മോനും കൂടിയാണ് എല്ലാം പണി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ സ്റ്റിക്കർ എടുത്തു. ഇത് 1000 by 45 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഒരു ഷീറ്റ്. 1000 by 45 വാൾപേപ്പറാണ്. അതിൻ്റെ പുറകെ ഒരു 1000 സെൻറ്റിമീറ്റർ നീളവും അത് നമ്മൾ ഇളക്കി നമ്മൾ ഒട്ടിക്കണം. അങ്ങനത്തെ നമ്മളൊരു 8 എണ്ണം നല്ല ഗമ്മാണ്. ഒരു പ്രാവശ്യം ഭിത്തിയിൽ ഒട്ടിയാൽ പിന്നെ ഒരെണ്ണത്തിനാണ് ഇളകി വരില്ല കേട്ടോ. പക്ഷേ അത് സ്റ്റിക്കർ ഞങ്ങൾ ഇളക്കാൻ ശകലം പാടുപെടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് എയർ ഗ്യാപ്പ് വരരുത്. എയർ ഗ്യാപ്പ് വന്നാൽ ഇതാവും. പിന്നെ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് ഒട്ടിക്കഴിയുമ്പം അടുത്തത് അതിൻ്റെ ഇലയുടെ അനുസരിച്ച് കറക്റ്റിന് അതിന് മാച്ച് ചെയ്യാൻ വേണ്ടി ശകലം ബുദ്ധിമുട്ടേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത ഷീറ്റ് നമ്മൾ അപ്പുറത്ത് വെക്കുമ്പോൾ അത് അതിൻ്റെ കൂടെ അതിൻ്റെ ഇലയുടെ പോകുന്ന ലൈനിൽ കൂടി വരണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും. അത് ശകലം പാടുപെട്ട കാര്യമായിരുന്നു. അതിന് ഞങ്ങൾ ശകലം സമയമെടുത്തു ഒരുപാട്. അതുകൊണ്ട് ഇപ്പോൾ ഒറ്റ ഷീറ്റ് കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളെ മാച്ച് ചെയ്യാൻ വേണ്ടി ശകലം ഏറെ പ്രയാസപ്പെടേണ്ടി വരും. അത് മാച്ച് ചെയ്തില്ലെങ്കിൽ അത് ഭംഗി കാണത്തില്ല. ഇപ്പം നമ്മൾ കണ്ടോ അതിന് പകുതി മുറിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം എന്നാലേ അത് ഈ ഇലയായിട്ട് മാച്ച് ചെയ്ത് ഈ ഇലയിൽ നിന്ന് മറ്റേ ഇലയിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. അത് ശകലം പാടുപിടിച്ച കാര്യമാണ്. അല്ലാതെ ബാക്കി എയർ ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പം നമ്മൾ ഒന്നുകൂടെ അഴിച്ചിട്ട് ഒന്നുകൂടെ ഇട്ട് ഇതൊക്കെ ശരിയാക്കി കൊടുക്കാം. ബാക്കി ഞങ്ങൾ ഒട്ടിക്കുന്നത് ഒന്ന് കാണുക പ്ലീസ്. ഞങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശകലൂടെ ഉള്ളൂ. കണ്ടോ, മോൻ തന്നെയാണ് എല്ലാ പണിയും ചെയ്തത്. ഞാൻ ശകലം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതേ ഉള്ളൂ. ബാക്കി എല്ലാം പൃഥ്വിയാണ് ചെയ്തത്. അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് കൂട്ടുകാരെ. നമ്മുടെ വീടിൻ്റെ വാൾപേപ്പർ കാണാൻ അതിഗംഭീരമുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. നല്ല വാൾപേപ്പർ.
ടി വി വെച്ചു. ആദ്യം ഹനുമാൻ സ്വാമിയുടെ തന്നെ പാട്ടിട്ടു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.